റിപ്പോർട്ടറിൻ്റെ എമർജൻസി ഹെൽപ്പ് ഡെസ്കിന് നേതൃത്വം നൽകി 24 മണിക്കൂറും ഷിഫ്റ്റുകൾ ഒഴിവാക്കി റിപ്പോർട്ടറിൻ്റെ ന്യൂസ് ഡെസ്കിൽ കൊച്ചി കളമശ്ശേരിയിലെ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ PCR, ഇൻപുട്ട്, ഔട്ട്പുട്ട്, ക്യാമറ, എഡിറ്റ്, ഓഡിയോ ടീമുകൾ, ഞങ്ങളുടെ ലൈബ്രറി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും 24 മണിക്കൂറും പ്രേക്ഷകരിലേക്ക് തത്സമയ വിവരങ്ങൾ അപ്പോൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകളെ കണ്ടെത്തുക എന്നുള്ളതിനാണ്, രക്ഷാപ്രവർത്തനത്തിനാണ്, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനത്തിനാണ് ഒന്നാമത്തെ പരിഗണന നൽകുന്നത്. ഹൃദയഭേദകമായ കാഴ്ചകളാണ് മുണ്ടക്കയിൽ നിന്ന്, ചൂരൽമലയിൽ നിന്ന്, അട്ടമലയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഇപ്പോൾ അർജുൻ കല്യാട് കൂടി ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, പറയാം. ബില്ലിലെ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. ഈ പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് കൊടുത്തയച്ചിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളാണ്. എന്നാൽ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് അല്പസമയത്തിന് ശേഷം തന്നെ സംസാരിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഈ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വേർതിരിച്ച് കൃത്യമായ തോതിൽ സൂക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സാധനങ്ങൾ, പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ടുള്ള നാപ്കിൻസ്, അതേപോലെ ഡ്രസ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അറിയാം, നടന്നിട്ട് ഇത്രയും സമയമായിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇത്രത്തോളം സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ആവശ്യമായ സാധനങ്ങൾ ഇവിടെ ആവശ്യം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തണുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ്, ഇവിടെ വന്ന ബ്ലാങ്കറ്റിൽ ഒരുപാട് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാങ്കറ്റ്, അതേപോലെ പായകൾ, രാത്രി കിടക്കാനുള്ള പായകൾ, അതേപോലെ സ്വെറ്റർ ഐറ്റംസ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇനിയും വരണം, ഇവിടെ എത്തണമെന്ന് തന്നെയാണ്. പിന്നെ ഒരുപാട് ബ്രഷുകൾ, കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മർക്കസ് നോളജ് സിറ്റിയിൽ നിന്ന്, അതുപോലെ മറ്റ് കൊടുവള്ളി ഭാഗത്തു നിന്നൊക്കെ, മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ആവശ്യമുള്ള അത്രയും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആവശ്യ വസ്തുക്കളും ഒക്കെ തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് പറയുമ്പോൾ കൂടി ഒരു കാര്യം നമ്മൾ കൃത്യമായ തോതിൽ പരാമർശിക്കാതെ പോകാൻ വേണ്ടി പാടില്ല. അതായത് നിരവധിയായിട്ടുള്ള, അതായത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സതുദ്ദേശപരമായി തന്നെ, അതിനകത്തൊരു ദുരുദ്ദേശവുമില്ല, പക്ഷേ വസ്ത്രങ്ങൾ കൊടുത്തയക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ പുറമെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവിടത്തേക്ക് എത്തിയിരിക്കുന്ന ഈ കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് അത് കൊടുത്തേക്കുന്ന ഒരു പതിവ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ പരമാവധി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊടുത്തയക്കാതിരിക്കാൻ ഇങ്ങനെ ഈ ക്യാമ്പുകളിലേക്ക് എത്തുന്നവർ പരമാവധി ശ്രദ്ധിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഈ ലൈവ് സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത്രയേറെ വസ്ത്രങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനകത്തും ഇതുപോലെ നിരവധിയായിട്ടുള്ള ഒറ്റൊരു ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണിക്കാം. ഇത്രയും അളവിൽ സാധനങ്ങൾ, ഇത് ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിട്ടുള്ളവർ ഇവിടത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ കൊടുത്തയക്കാതിരിക്കുന്നതാണ് നല്ലത്, ഉചിതമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ആൾക്കാർ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ ഈ വസ്ത്രങ്ങൾ നമുക്കിപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂല അല്ലേ? ഇല്ല, ഇത് പറ്റിയ മോശമായ വസ്ത്രങ്ങളാണ്, മൊത്തം ഉപയോഗിക്കാൻ തീരെ പറ്റാത്ത ഡ്രസ്സുകളാണൊക്കെ. കൊടുത്തയക്കുമ്പോൾ ചിലപ്പോൾ അവർ സതുദ്ദേശപരമായിട്ടായിരിക്കും കൊടുത്തയക്കുന്നുണ്ടാവും, പക്ഷെ അതിപ്പോൾ നമുക്ക് ഇരട്ടി അധ്വാനം ആവുകയാണ്. അതെ, എല്ലാവർക്കും കൂടുതൽ അധ്വാനം വരുന്നതാണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഇത് വേർതിരിക്കാൻ കുറേ പേർ അധ്വാനിക്കണം, ഇത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കുറേ പേർ അധ്വാനിക്കണം. അതിന് പുറമെ ഇതിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ സ്ഥലവും പരിമിതി, ഇത് എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാനോ, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്ന ഒരു ദുരിതഭൂമിയിൽ വീണ്ടും കുറേ മാലിന്യങ്ങൾ വന്ന് അടിയുന്നത് പോലെയുള്ളൊരു അവസ്ഥയാണ് സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കൊടുത്തയക്കാതിരിക്കാൻ, ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തയക്കാതിരിക്കാൻ പ്രത്യേക ഉപയോഗിച്ച വസ്ത്രങ്ങൾ നൽകരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പുതിയതായിട്ടുള്ള വസ്ത്രങ്ങൾ, നിങ്ങൾ ഏറ്റവും നന്നായി കരുതുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ദുരന്ത ഭൂമിയിലേക്ക് നമുക്ക് സഹായത്തിനായി കൊടുക്കാൻ പാടുള്ളൂ. ഭക്ഷണ സാധനങ്ങൾ, പാക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, പെട്ടെന്ന് ഉപയോഗിക്കാൻ, ഭക്ഷിക്കാൻ സാധിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങൾ ഉൾപ്പെടെയാണ് ദുരന്ത ഭൂമിയിലേക്ക് നിങ്ങൾ സംഭാവനയായി, കരുതലിൻ്റെ കൈത്താങ്ങായി നൽകേണ്ടത്. ഇതിനെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകമെമ്പാടും റിപ്പോർട്ടർ TV കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് തത്സമയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്.